afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Okay, please mark your attendance. Social Miss present adikate. Okay, sure. Please mark your attendance. Take your AI textbook. Second chapter. Okay. I have shared the question answers of previous lesson in the WhatsApp group. You have to copy that in your notebook. Textbook enough space in note like text you can do it. Otherwise, you have to copy that in the notebook. Miss, Yeah. shall I drink water? Sure. Don't wait for your class to drink water, okay? Finish everything before your class starts. Okay, so we are talking about operating system. Okay, Windows 10. Windows 10 last class end operating system Windows 10 Windows 8 See, can you see my screen? Yes. This is a Windows, Windows 10 operating system. In this laptop, I'm using Windows 10 operating system. There are little changes when compared to the other versions. Its icons are little different, but all are same. Same functions are cherry difference. Last time I start button start button where start button picture ഓപ്ഷൻ ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഏത് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? സോ നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ റെഡി ആയി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് റെഡി ടു യൂസ്? മിസ്സേ, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. അതാരാ? ഫാത്തിമ മെഹറിൻ. അതെന്താ ലേറ്റ് ആയി കയറിയത്? സമയം മാറിപ്പോയി. ഓക്കെ, ഓൺ ടൈമിൽ ക്ലാസ് കയറാൻ ശ്രദ്ധിക്കണേ. Okay, now so how can we identify that the window the computer is ready to use? നമുക്ക് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഐക്കൺസ് എല്ലാം. Okay, means ഈ സ്ക്രീൻ എന്താ പേര് പറയാം? The screen is called desktop. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഈ ഡെസ്ക്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ കമ്പ്യൂട്ടർ ഈസ് റെഡി ടു യൂസ്. അതുവരെയുള്ള പ്രോസസ്സിന് എന്തായിരുന്നു? ബൂട്ടിംഗ് എന്ന് പറയും നമ്മൾ. അതിനു മുമ്പ് കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഡെസ്ക്ടോപ്പ് കിട്ടുന്ന വരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡെസ്ക്ടോപ്പില് we saw a lot of things. What are the small pictures with the labels are called? Icons. You can see. Yeah. Okay, icons. Very good. Okay, enough. Next. What is this? The long bar on the bottom of the screen. ഒരു thick ribbon ഉണ്ട് ഇവിടെ. It is called taskbar. Taskbar. Yeah. Then let's see what other things are on the taskbar. Here, what is it? This button.
ആ ലെഫ്റ്റ് സൈഡിൽ ടാസ്ക് ബാറിന്റെ എക്സ്ട്രീം ലെഫ്റ്റിലെ ഏറ്റവും സൈഡിലുള്ള ഒരു ബട്ടൺ, സ്റ്റാർട്ട് ബട്ടൺ. ഇറ്റ് ഈസ് ദ സ്റ്റാർട്ട് ബട്ടൺ. Okay, good. And we know this, the long ribbon, the thick ribbon is called taskbar, and you will see ഇതൊക്കെ page number 22. Page number 22. Okay. ഇനി ടാസ്ക് ബാറിൽ ഹിയർ ഇതിന്റെ എക്സ്ട്രീം റൈറ്റ് എൻഡില് ഇവിടെ ഒരു ഷോ ഡെസ്ക്ടോപ്പ്, ഇവിടെ ഒരു ചെറിയൊരു കട്ടിംഗ് പോലെ ഉണ്ട്. എക്സ്ട്രീം റൈറ്റ് എൻഡിലാണ് ഒരു ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ഉണ്ട്. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ വരുന്നത് സ്റ്റാർട്ട് ബട്ടൺ, എക്സ്ട്രീം റൈറ്റ് എൻഡില് ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഐക്കൺസ് എന്ന് പറയുന്നത് we know that the small pictures with labels are called icon. ഈ icons എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും applications ആവാം. It can be applications or it can be a file or it can be a folder. ഒന്നെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആയിരിക്കും. ഓക്കെ, സി ഈ Acrobat Reader, AnyDesk, Google Chrome, മൈക്രോസോഫ്റ്റ് എഡ്ജ്, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെ പറയുന്നത് ഇതിന്റെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഓരോ എന്താണ് അതാരാ ആരാ? ഓക്കെ ഓക്കെ, ഇപ്പൊ കേറിയവര് ശ്രദ്ധിക്കുക. Okay, you should mark your attendance. Don't forget to mark your attendance. നമ്മൾ ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യമാണ്. ഐക്കൺസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, അപ്പൊ ക്ലാസ് എൻഡായി. ഓക്കെ, സോ ഐ ടോൾഡ് യു ഐക്കൺസ് ആർ ദ സ്മോൾ പിക്ചേഴ്സ് വിത്ത് ലേബിൾസ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഈ ഐക്കൺസ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ ചില നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഓരോരോ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമല്ലോ. ഓക്കെ, ഇപ്പൊ സൂം ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് സൂമിന്റെ പിക്ചറുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടല്ലേ നിങ്ങളത് അതിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിലെ ലിങ്കിലായിരിക്കും അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം, ലെറ്റ് ബി. ഞാനിപ്പോ സൂം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ കണ്ടോ സൂമിന്റെ ഐക്കൺ, ക്യാൻ യു സീ ഇറ്റ്? ഒരു ഐക്കൺ ഉണ്ട് തൊട്ട് താഴെ സൂം. ഓക്കെ, ഇതില് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കണ്ടോ, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂമിന്റെ ആ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. കണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന് ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പൊ ക്ലാസ് നടക്കുന്നത് കൊണ്ട് ഓക്കെ, ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളുടെ ക്ലാസ്സിന്റെ വിൻഡോ. ഞാൻ മീൻസ് നിങ്ങളുടെ ID വെച്ച് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതൊന്ന്. ദെൻ വി ഹാവ് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. ഇപ്പൊ നമ്മൾ ഓരോ ടാസ്ക് നമ്മൾ നിങ്ങൾ അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ദെൻ ഓക്കെ, നമ്മളിപ്പോ ഇന്റർനെറ്റിൽ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പിക്ചേഴ്സ് എല്ലാം കാണാൻ, അല്ലെങ്കിൽ അങ്ങനത്തിനൊക്കെ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കും അല്ലെ? ഇമെയിലൊക്കെ നമ്മൾ ഇമെയിൽ ചെയ്യാനും. ഓക്കെ, ഗൂഗിൾ ക്രോം ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി വി വിൽ യൂസ് ഗൂഗിൾ ക്രോം. അപ്പൊ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി. അപ്പൊ ഇവിടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദാറ്റ്. സി, കണ്ടോ? അപ്പൊ നമുക്ക് കുറെ ഐക്കൺസ് നമ്മുടെ കയ്യിൽ മീൻസ് ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും. ഇപ്പൊ VLC മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് എനിക്ക് വീഡിയോസും ഓഡിയോസും ഒക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഈ മോസില്ല ഫയർഫോക്സും ഈ ക്രോം പോലെ തന്നെ നെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഓരോ പ്രോഗ്രാംസ് ആണ് അല്ലെ? ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പിന്നെ ഇത് കണ്ടോ, PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, can you see this icon? Yes. Okay, it's named PTA meeting. Other. Yes. Okay.
ഇത് അതേപോലെ തന്നെ ന്യൂ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ഫയൽ. ഇതൊരു ഫയലാണ്, ഒരു ഡോക്യുമെന്റ് ആണ് എന്റെ. ഇതിൽ ഞാൻ ഇന്ന് 8th ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചു. അത് കാണണമെങ്കിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പം ഇന്ന് ഞാൻ ക്ലാസ് എടുത്ത കാര്യങ്ങൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ച വേർഡ് ഫയൽ ആണ് ഉള്ളത്. ഓക്കെ ഡൊമിനിക്, വൈ ഡിഡ് യു റേസ് യുവർ ഹാൻഡ്? വെറുതെ ചെയ്താണോ? ഓക്കെ ഓക്കെ, സോ ദിസ് ഇസ് എ ഫയൽ. അതുപോലെ തന്നെ വേറെ ഫയൽ ഇതാണ്. ഇത് ഒരു എക്സൽ ഫയലാണ് സാമ്പിൾ. ഇത് വേർഡ് ഫയലാണ്, ഇത് എക്സൽ ഫയലാണ്. അപ്പോ നമ്മൾ കണ്ടു, ഇപ്പൊ പ്രോഗ്രാംസ് കണ്ടു, ഫയൽസ് കണ്ടു. ഇനി ഫോൾഡേഴ്സ് ഉണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ ഫോൾഡേഴ്സ് ഒന്നുമില്ല. സി കണ്ടോ, ഇങ്ങനെ ഒരു യെല്ലോ കളർ ഐക്കൺ കണ്ടോ നിങ്ങള്? Yes. This is called a folder. Folder. Yeah, here is a folder. Here is a folder. It's my folder. എന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. Can you see it? See this icon? Yes. ആ ഐക്കൺ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോൾഡറിനെ ആണ്. ആ ഫോൾഡർ എന്ന് പറഞ്ഞാല് എനിക്ക് ക്ലാസ് എടുക്കേണ്ട മീൻസ് ഡിഫറെന്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ട്, വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട വീഡിയോസ്, ഇമേജസ് ഒക്കെ ഉള്ള ഫോൾഡർ ആണിത്. ആ ഫോൾഡറിന്റെ ഉള്ളില് എന്റെ ഡിഫറെന്റ് ഫയൽസ് ആണ്. ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോൾഡർ ആണ്. അപ്പോ icon may represent, okay, those icons may represent different programs, files or folders. ഓക്കെ, ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, ചിലപ്പോൾ അതൊരു പ്രോഗ്രാമിന്റെ ഐക്കൺ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ട സൂമും ഗൂഗിൾ ക്രോം ഒക്കെ പ്രോഗ്രാംസിനാണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ. അതുപോലെ ഫയൽസ് ഉണ്ട്. ഫയൽസ് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ്. അതേപോലെ ഫോൾഡേഴ്സ്, ഇപ്പൊ നമ്മുടെ പേരിലും അല്ലെങ്കിൽ മറ്റൊരു പേരിലൊക്കെ നമ്മൾ ഒരുപാട് ഫയൽസ് എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഫയൽ പേപ്പർ എല്ലാം ഒരു ഫയലിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നതല്ലേ നമ്മള് ചെയ്യുന്നത്. അതുപോലെ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരേ ടൈപ്പുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഫോൾഡറിലേക്ക് മാറ്റി വെക്കും. അപ്പം എനിക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. എന്റെ പേരിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടറിൽ. ഓക്കെ, is that clear? Okay. Yes. Now taskbar. Taskbar is a long horizontal bar present in the bottom of the screen. ഒരു സ്ക്രീനിന്റെ ബോട്ടത്തിൽ ഏറ്റവും താഴെയുള്ള ലോങ് ഹൊറിസോണ്ടൽ ബാർ ആണ് ടാസ്ക് ബാർ എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിന്റെ എലമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇപ്പോ we are going to learn the different elements of this task bar. ഓക്കെ, ഏറ്റവും ബിഗിനില് you know that this is a start button and see ഒരു ക്രോം ആൻഡ് സൂം കണ്ടോ. ഈ ടാസ്ക് ബാറിൽ ഡിഫറെന്റ് ഐക്കൺസ് യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇത് ഇമെയിലിൻ്റെത്, ഇത് ക്രോമിന്റെ ഐക്കൺ. യു ക്യാൻ സീ ദാറ്റ് നോ? Can you see this? Yes. Okay. Yes. And here is the file explorer. ഇത് സൂം. ഇതിൽ കണ്ടോ ക്രോമിന്റെയും സൂമിന്റെയും താഴെ ഒരു ചെറിയ നീല വര കാണുന്നുണ്ടോ? Can you see that? Just like an underline. Yes. Yeah. അതെന്താ മീൻ ചെയ്യുന്ന അറിയോ? Yes. സൂം ഇപ്പൊ കറന്റ്ലി ആക്റ്റീവ് ആണ്. ഞാനിപ്പോ സൂമിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ കറന്റ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂം. അതേപോലെ തന്നെ ക്രോമിലും ഞാനിപ്പോ ഉള്ളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ക്രോമും ഇപ്പൊ കറന്റ്ലി ഓക്കെ. അപ്പോ ഇത് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം, ഓപ്പൺ ടു പ്രോഗ്രാംസ് എല്ലാം കാണുന്നത് ടാസ്ക് ബാറിന്റെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നോട്ടിഫിക്കേഷൻ ബാർ. ഇവിടെ കണ്ടോ കുറെ ചെറിയ ചെറിയ പിക്ചേഴ്സ്. പിന്നെ ഇവിടെ ഉണ്ട് ഇന്നത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ എന്റെ ലാപ്ടോപ്പിന്റെ ബാറ്ററിയുടെ എത്ര % ചാർജിങ് ആണെന്ന് കാണുന്നുണ്ട്. ഇത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് കാണുന്നുണ്ട്. ഇത് വോളിയം ആണ്, മീൻസ് കമ്പ്യൂട്ടറിന്റെ സ്പീക്കർ വോളിയം അല്ലേ. ഇപ്പൊ ഫുൾ വോളിയത്തിലാണ് ഉള്ളത്.
പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ്, പിന്നെ ഇന്നത്തെ ടൈം കാണുന്നുണ്ട്, ഇന്നത്തെ ഡേറ്റ് എല്ലാം കാണുന്നുണ്ട്. ദിസ് ഇസ് എ നോട്ടിഫിക്കേഷൻ ഏരിയ. അപ്പോൾ ഡിഫറെന്റ്, അതുപോലെ നമുക്ക് എന്താ പറയാ, ഇന്റർനെറ്റ്, വൈഫൈ കണക്ടിവിറ്റി, ബാറ്ററിയുടെ കാര്യങ്ങൾ, ഡേറ്റ്, ടൈം, വോളിയം, ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും? വി ക്യാൻ സീ ഇറ്റ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ഏരിയ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു എക്സ്ട്രീം റൈറ്റ് എൻഡിലായിട്ട് ഒരു ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ഉണ്ട് ഹിയർ. അതെന്താന്ന് വെച്ചാല്, സി ഞാനിപ്പോ ക്രോമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓൺ ചെയ്ത് വെച്ചു അല്ലേ? അപ്പോ പെട്ടെന്ന് എനിക്കിത് ക്ലോസ് ചെയ്യാതെ ഡെസ്ക്ടോപ്പിൽ പോകണം. ഐ നീഡ് ടു see the desktop without closing the Chrome. ഈ ക്രോം ക്ലോസ് ചെയ്യാതെ എനിക്ക് ഡെസ്ക്ടോപ്പ് പോകണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഈ ടാസ്ക് ബാറിന്റെ എക്സ്ട്രീം റൈറ്റിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ എടുത്തത് അതിലേക്ക് തിരിച്ചു വരും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൽ പോകും. ഷിഫാന സ്റ്റോപ്പ് ഡ്രോയിങ് ഇൻ മൈ സ്ക്രീൻ. സി, ഇപ്പൊ എനിക്ക് ആ ആപ്ലിക്കേഷനിൽ തിരികെ പോകണമെങ്കിൽ സെയിം ആ റൈറ്റ് എൻഡിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓ, അത് പോയി. ഞാൻ ഇടയ്ക്ക് വെളിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഓക്കെ, ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട്. മിനിമൈസും മാക്സിമൈസും അല്ലേ? ഏത് മിനിമൈസും മാക്സിമൈസും? അതെല്ലാം ഇത് ഈ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ഡിഫറെന്റ്. മിനിമൈസും മാക്സിമൈസും പോലെ അല്ല അത്. ഇപ്പൊ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഈ ഏറ്റവും റൈറ്റിലെ ടോപ്പില് മിനിമൈസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ലൈൻ, ഒരു മൈനസിന്റെ സൈൻ പോലെ ഒരു ലൈൻ ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ മിനിമൈസ് ചെയ്ത് വെക്കാം. ആ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമൈസ് എന്ന് പറയുന്നത് മാക്സിമം സ്ക്രീൻ മാക്സിമം സൈൻ, ഫുൾ സ്ക്രീൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ വിൻഡോസിൽ ഒരുപാട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാം ഒരേ സമയം ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇതേപോലെ ഒരുപാട് വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടി വരും ഡെസ്ക്ടോപ്പ് കാണണമെങ്കിൽ. പക്ഷെ അതൊന്നും മിനിമൈസ് ചെയ്യാതെ സിംപ്ലി ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഓക്കെ, ഇനി I told you there is a start button in the taskbar which is in the extreme left of the taskbar. Taskbar inde extreme left endil start button ഉണ്ട് അല്ലേ? See, start button icon കണ്ടോ? Yeah, ഈ start button ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ you can see ഇതിനെ രണ്ട് പെയിൻ ആയിട്ട്, രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. This is the left pane and right pane. ഓക്കെ, ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും എല്ലാം കാണാൻ പറ്റും. കണ്ടോ? ആക്രോബാറ്റ് റീഡർ, അലാംസ് ക്ലോക്ക്, എനിഡെസ്ക് ഉണ്ട്, ബൈലിംഗ്വൽ ഡിക്ഷണറി, കാലണ്ടർ, കാൽക്കുലേറ്റർ, കാലണ്ടർ, ക്യാമറ. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ടത് എന്തൊക്കെയാണെന്ന് ആൽഫബറ്റിക് ഓർഡറിൽ കാണുന്നുണ്ട് അല്ലെ? ഇത് സ്റ്റാർട്ട് മെനു എന്നാ പറയാം. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അല്ലെ ക്ലിക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ സ്റ്റാർട്ട് മെനു. Okay, start menu is divided into two parts. രണ്ട് പാർട്സ് ആയിട്ട് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് പെയിനിലാണ് നമ്മുടെ മെനു നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസും ആപ്ലിക്കേഷനും കാണാൻ പറ്റും. ഓക്കെ, ഇത് റൈറ്റ് പെയിൻ ആണ്. ഓക്കെ, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത്, സപ്പോസ് വി നീഡ് പെയിന്റ്, ഇതിൽ പെയിന്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കാൻ. ഓക്കെ, പെയിന്റ് 3D. Here it is, പെയിന്റ് 3D. നമുക്കിപ്പോ പെയിന്റ് കണ്ടുപിടിക്കണം. പെയിന്റ് മീൻസ് പെയിന്റ് 3D നമ്മളൊരു പെയിന്റിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ആൽഫബറ്റിക് ഓർഡറിൽ. ഇതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ഉള്ള ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും. അപ്പൊ നമ്മളത് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പി അല്ലേ, പി കംസ് ആഫ്റ്റർ ഓ. ഓക്കെ, നോക്കി പെയിന്റ് 3D, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ നമുക്ക് പെയിന്റ് 3D എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം ഓപ്പൺ ആയിട്ട് വരും. ഹിയർ വി ക്യാൻ ഡു ദ പെയിന്റിംഗ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് വരയ്ക്കാം.
ക്ലിയർ? അതുപോലെ നമുക്ക് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ എടുക്കുന്നത് അതായത് അതേപോലെ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ എടുക്കാം. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ സെർച്ച് ചെയ്യുന്നത് അത് എവിടെ എന്ന് ലൊക്കേറ്റ് ചെയ്യാം. എവിടെ? നമ്മുടെ ലെഫ്റ്റ് പെയിനില് സ്റ്റാർട്ട് മെനുവില്. ഓക്കെ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻസ് മാത്രമല്ല, കുറെ ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. ഓക്കെ, the left pane displays a list of programs present in the computer. All programs are arranged in alphabetic order. To start a program, you can locate the program in the list and click on it. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് പെയിനിലാണ് കമ്പ്യൂട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ എന്റെ മൗസ് പോയിന്റർ ഉള്ള പെയിൻ. ഓക്കെ, പിന്നെ എല്ലാ പ്രോഗ്രാംസും ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. എ ബി സി ഡി വെച്ചൊന്നുമില്ല, എഫ് ലൈക്ക് ദാറ്റ്. ദെൻ നമുക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാം ഇപ്പൊ കാൽക്കുലേറ്റർ എടുക്കണമെങ്കിൽ കാൽക്കുലേറ്റർ എവിടെയാന്ന് കണ്ടുപിടിക്കാം. ഒരു തവണ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാൽക്കുലേറ്ററിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് വി ക്യാൻ പെർഫോം ഇറ്റ്. ക്ലിയർ? ദെൻ ഇനി സ്റ്റാർട്ട് മെനുവിലുള്ളത് സി ഹിയർ. Can you see a power button? Kando? It is power button. Its picture is there in the textbook. It is the power button located in the lower right corner of Windows 10. Okay. Start menu lower left corner la varunadana. Ee power button click ചെയ്തിട്ട് നമുക്ക് വിൻഡോസ് മീൻസ് കമ്പ്യൂട്ടർ നമ്മൾ ഓഫ് ചെയ്യാന്നല്ല പറയാം. കമ്പ്യൂട്ടർ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. ആൻസൺ അതെന്താ പേര്? കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിന് നമ്മൾ ഓക്കെ, കമ്പ്യൂട്ടർ ഓഫ് പറയാ, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറയാം. ഓക്കെ, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതിനെ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനു കിട്ടും. അപ്പൊ ലോവർ ലെഫ്റ്റ് കോർണറിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കിട്ടും: സ്ലീപ്പ്, ഷട്ട് ഡൗൺ, റീസ്റ്റാർട്ട്. വി ആർ ഗോയിങ് ടു ഷട്ട് ഡൗൺ അല്ലേ? ഓക്കെ, ഷട്ട് ഡൗൺ കൊടുക്കുക. ഷട്ട് ഡൗൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ്ഡ് ആണെങ്കിൽ ഡയറക്റ്റ് കമ്പ്യൂട്ടർ പതുക്കെ ഷട്ട് ഡൗൺ ആവും. ഓക്കെ, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ശ്രദ്ധിക്കണം? വി ഷുഡ് സേവ് ഓൾ ദ ഫയൽസ്. നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫയലും സേവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ് ആയി പോകും അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് സെർച്ച് ബോക്സ്. സെർച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യല്ലേ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് സ്റ്റാർട്ട് മെനു എടുത്തിട്ട് ലൊക്കേറ്റ് ABCD ആൽഫബറ്റിക് ഓർഡറിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ? പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാ? ഈ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്. സി ഹിയർ ഇസ് എ സെർച്ച് ബോക്സ് ഓവർ ഹിയർ. ടൈപ്പ് ഹിയർ ടു സെർച്ച്. നമ്മൾ എന്താണോ ടൈപ്പ് സെർച്ച് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ പെയിന്റിന്റെ ഒരു ആപ്പ് വന്നു. ഓക്കെ, പെയിന്റ് 3D പെയിന്റ് വെച്ചിട്ടുള്ള 2 ആപ്ലിക്കേഷൻ. ഒന്ന് ഞാൻ പെയിന്റ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ അല്ലെ. അപ്പൊ അത് കീവേഡ് വന്ന് പെയിന്റ് എന്നുള്ള ഒരു ആപ്പും പെയിന്റ് 3D എന്ന് പറഞ്ഞ ആപ്പും കിട്ടി. അപ്പൊ അതിൽ എനിക്ക് ഏതാണോ വേണ്ടത് അത് ഞാൻ ക്ലിക്ക് ചെയ്യാം, ഡ്രോയിങ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം ആണോ നിങ്ങൾ ചെയ്യുന്നത്, അപ്പോ ഇനി കാൽക്കുലേറ്റർ ആണ് എടുക്കണമെങ്കിൽ യു ക്യാൻ ടൈപ്പ് കാൽക്കുലേറ്റർ there. Then ഒരുപാട് വേർഡ്സ് വരുന്നു. സി വി നീഡ് എ കാൽക്കുലേറ്റർ ആപ്പ്. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിന്റെ ആപ്പ് അവിടെ വന്നു. നമ്മളത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ വിൻഡോ ഓഫ് കാൽക്കുലേറ്റർ. ക്ലിയർ? ഓക്കെ. Yes. And പേഴ്സണൽ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇനിയിപ്പോ PTA. Tell me. Page number 25. Okay, ഇത് എനിക്ക് ആപ്ലിക്കേഷൻ മാത്രമല്ല. 24 ഞാൻ ഡിസ്കസ് ചെയ്തു
അല്ലേ? താഴത്തെ പിക്ചർ ആണോ? യാ, ഓക്കെ. പേജ് നമ്പർ 25 ആണ്. 24 ആ പിക്ചർ ആണ് നമ്മൾ ഈ സ്റ്റാർട്ട് മെനു കിട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. അതിനകത്ത് ചെറിയ ചില ഓപ്ഷൻസ് ഒക്കെ ഡിഫറെന്റ് മീൻസ് അത് ആ ഒരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് അനുസരിച്ച് മാറി വരുന്നതാണ്. ബട്ട് അനദർ തിങ്സ് ആർ സിമിലർ. ഓക്കെ, സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാർട്ട് മെനുവിന്റെ പിക്ചർ ആണ് കൊടുത്ത ഫിഗർ. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മൾ അല്ലെങ്കിൽ സേവ് ചെയ്ത് ഒരു ഫോൾഡറിന്റെ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ആ ഫോൾഡറിന്റെ പേര് അല്ലെങ്കിൽ ഫയലിന്റെ പേര് നമുക്ക് അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വി ക്യാൻ ഈസിലി ലൊക്കേറ്റ് ഇറ്റ്. ഓക്കെ, കണ്ടോ, ഞാൻ PTA മീറ്റിംഗ് എന്നുള്ള ഒരു ഫയല് PTA എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയി. അതേസമയം അതിന്റെ റൈറ്റ് പെയിനിൽ PTA മീറ്റിംഗ് എന്നുള്ള ഒരു ഫയല് ലൊക്കേറ്റ് ചെയ്തു. അതിന്റെ ലൊക്കേഷൻ പറയുന്നുണ്ട്, എവിടെയാ അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ലാസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് അതിന് ചേഞ്ചസ് വരുത്തിയ ടൈമും ഡേറ്റും ഓക്കെ അതടക്കം വരുന്നത്. അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഫയല് ഓപ്പൺ ആയി വരും. ക്ലിയർ? ഓക്കെ, ലെറ്റ് മീ ക്ലോസ് ഇറ്റ്. ദെൻ പിന്നിങ് എ പ്രോഗ്രാം. ഓക്കെ, ഈ ടാസ്ക് ബാറിൽ പ്രോഗ്രാംസ് പിൻ ചെയ്ത് വെക്കാന്ന് പറയും. പിൻ ചെയ്ത് വെക്കാന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ ടീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പം ഞങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് സൂം വേണം. സൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും കണ്ടന്റ് കാണിക്കണമെങ്കിൽ ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ നെറ്റ് ബ്രൗസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ കണ്ടോ, ഈ ടാസ്ക് ബാറിൽ സൂമും ക്രോമും പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ സ്റ്റാർട്ട് മെനുവിലൊന്നും പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാതിരിക്കുക. ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഐക്കൺസ് വരുന്ന കഴിയുമ്പോൾ അത് ലൊക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് ഈ VLC പ്ലെയർ എന്നുള്ള ഈ ആപ്പ് കണ്ടോ, ഈ പ്രോഗ്രാം കണ്ടോ, ഇതിപ്പോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് ഈ ടാസ്ക് ബാറിൽ അത് പിൻ ചെയ്ത് വെക്കാം. എങ്ങനെയാന്ന് വെച്ചാല് ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാല് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വലിക്കുന്നത്, പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വലിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് കണ്ടോ, ഞാൻ അവിടെ കൊണ്ടുവച്ചപ്പോ പിൻ ടു ടാസ്ക് ബാർ എന്ന് കാണുന്നുണ്ടോ? ഞാൻ ടാസ്ക് ബാറിലേക്ക് കൊണ്ടുവന്നു എന്റെ മൗസ് പോയിന്റർ. യു ക്യാൻ സീ പിൻ ടു ടാസ്ക് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ? ടാസ്ക് ബാറിൽ എത്തിയിട്ട് ഞാനത് മൗസ് ഞാൻ റിലീസ് ചെയ്തു. അപ്പൊ എന്തായി, ടാസ്ക് ബാറിൽ VLC പ്ലെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാം പിൻ ചെയ്തു. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ ഒന്നും എന്താ സ്റ്റാർട്ട് മെനു ഒന്നും എടുക്കണ്ട. ഇനിയിപ്പോ ഡെസ്ക്ടോപ്പിൽ ഇല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഈ ടാസ്ക് ബാറിൽ നോക്കിയാൽ മതി അല്ലേ? എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. മീൻസ് ഞാൻ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എനിക്കിത് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അൺപിൻ ഫ്രം ടാസ്ക് ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ അത് പൊക്കോളും. അൺപിൻ ചെയ്യാനും പറ്റും, വി ക്യാൻ അൺപിൻ ചെയ്യാനും പറ്റും. ഷോ ഡെസ്ക്ടോപ്പ് ബട്ടന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മിനിമൈസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് ഡെസ്ക്ടോപ്പിലേക്ക് തിരികെ വന്നൊന്ന് നോക്കണമെങ്കിൽ ഈ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് ഡെസ്ക്ടോപ്പ് പെട്ടെന്ന് കാണാൻ പറ്റും. അത് മിനിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒന്നും നിൽക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്, ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ടാസ്ക് ബാർ. ഓക്കെ, ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ടാസ്ക് ബാർ. ഇപ്പൊ ടാസ്ക് ബാർ എവിടെയുള്ളത്? ടാസ്ക് ബാർ എന്റെ സ്ക്രീനിന്റെ ബോട്ടം ആണല്ലേ, ബോട്ടം ഓഫ് ദ സ്ക്രീനിലാണ് ഉള്ളത്. ഓക്കെ, എന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഏറ്റവും താഴെയാണ്. അപ്പൊ ടാസ്ക് ബാറിന്റെ പൊസിഷൻ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ടാസ്ക് ബാറിന്റെ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, അവിടെ എംപ്റ്റി അല്ലേ, ദർ ഇസ് നോ ആപ്ലിക്കേഷൻ ഓർ നത്തിങ്. അപ്പൊ അവിടെ ഞാൻ മൗസ് പോയിന്റർ കൊണ്ടുവച്ചു.
then right click ചെയ്തു. Right click ചെയ്തപ്പം ഈ ടാസ്ക് ബാർ സെറ്റിംഗ്സിന് തൊട്ട് മേലെ ലോക്ക് ടാസ്ക് ബാർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ടാസ്ക് ബാർ ലോക്ക് ആണ്. ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അവിടെ നിന്ന് എവിടേക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ലോക്ക്. അപ്പൊ അതില് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ടിക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടിക്ക് റിമൂവ് ആയി. കണ്ടോ? ഇപ്പൊ നമ്മള് ടാസ്ക് ബാറിനെ അൺലോക്ക് ചെയ്തു. ഫസ്റ്റ് ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലോക്ക് ടാസ്ക് ബാർ എന്നുള്ള ടിക്ക് ഉണ്ടെങ്കിൽ ടിക്ക് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റിമൂവ് ചെയ്തിട്ട് ഈ ടാസ്ക് ബാറിനെ നമുക്ക് പിടിച്ചിട്ട് ലെഫ്റ്റിൽ കൊണ്ടുവയ്ക്കാം, ടോപ്പിൽ കൊണ്ടുവയ്ക്കാം, റൈറ്റിൽ കൊണ്ടുവയ്ക്കാം, എഗെയിൻ ബോട്ടമിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് എവിടെയാണോ ഈ ടാസ്ക് ബാർ കാണാൻ ഇഷ്ടം, എവിടെയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് അവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കാം. എന്നുവെച്ചാൽ ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് പോയി നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി റിമൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോ നിങ്ങൾ ഇന്ന് 25 പേജ് നമ്പർ 25 ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ടാസ്ക് ബാർ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്ത സ്പീഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വായിച്ചിട്ട് പറയാം. ഓക്കെ, ബൈ ഡിഫോൾട്ട് the taskbar is present at the bottom of desktop. Okay, ഒരു നോർമലി കമ്പ്യൂട്ടറിൽ ടാസ്ക് ബാർ എവിടെ ഉണ്ടാവാ? it will be at the bottom of the screen അല്ലേ? bottom of the desktop. ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും താഴെയായിട്ടാണ് നോർമലി ടാസ്ക് ബാർ ഉണ്ടാവുക. മെഹറൻ ലിസൺ ടു മീ. ഓക്കെ, നമുക്കിപ്പോ വേണമെങ്കിൽ but you can change its position to any other 4 sides of the screen, bottom, left, right and top. By default it will be at the bottom of the desktop, but if we want, നമുക്ക് വേണമെങ്കിൽ if we want we can change the position of taskbar. Okay, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇത് ബോട്ടം വേണ്ട, വേറെ എവിടെയെങ്കിലും സൈഡ് റൈറ്റില് ലെഫ്റ്റില് ടോപ്പിലൊക്കെ നമുക്ക് ഈ ടാസ്ക് ബാറിനെ മാറ്റാൻ പറ്റും. അതിനുള്ള സ്റ്റെപ്പ് to change the position of taskbar, follow these steps. Taskbarന്റെ സ്റ്റെപ്പ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. First what we have to do, okay, first നമ്മൾ ചെയ്യേണ്ടത് right click on the taskbar, uncheck the lock the taskbar option in the context menu. Okay, നമ്മൾ ഈ വേക്കന്റ് ആയിട്ടുള്ള ടാസ്ക് ബാറിൽ മൗസ് പോയിന്റർ കൊണ്ടുവന്നു, then റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്, ടിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? അൺചെക്ക് ചെയ്യാന്ന് പറയുന്നതിന്റെ ടിക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അൺചെക്ക് ദ ലോക്ക് ദ ടാസ്ക് ബാർ ഓപ്ഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് മെനു. ഈ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കോണ്ടെക്സ്റ്റ് മെനു കിട്ടി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതിൽ നമുക്ക് ഈ ടാസ്ക് ബാറിന്റെ ലോക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ലോക്ക് ദ ടാസ്ക് ബാർ എന്ന ഓപ്ഷൻ ഇല്ലേ, അതിന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ടാസ്ക് ബാർ അൺലോക്ക് ആയി. ഓക്കെ, ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് പോർഷൻ ഓഫ് ദ ടാസ്ക് ബാർ. ഇതൊരു ബ്ലാങ്ക് പോർഷൻ ആണ് ടാസ്ക് ബാറിന്റെ. ദർ ഇസ് നോ ആപ്ലിക്കേഷൻ, ദർ ഇസ് നോ ഓപ്ഷൻ, നത്തിങ്. ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് അല്ലെ? ഇവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, പ്രസ് ചെയ്ത് പിടിക്കുക, എടുക്കാൻ പാടില്ല. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്യാം. ഇപ്പൊ റൈറ്റിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ റൈറ്റിൽ പ്ലേസ് ചെയ്യാം, ടോപ്പിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ടോപ്പിൽ പ്ലേസ് ചെയ്യാം, ലെഫ്റ്റിൽ വേണമെങ്കിൽ ലെഫ്റ്റില്, ബോട്ടം വേണേ ബോട്ടം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടാസ്ക് ബാറിന്റെ പൊസിഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റില് അത് എവിടെ പൊസിഷൻ ഡിസൈഡ് പൊസിഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗസിന്റെ ബട്ടൺ, നമ്മളിപ്പോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടാണല്ലേ ഉള്ളത്, അത് റിമൂവ് ചെയ്താൽ മതി, അത് റിലീസ് ചെയ്താൽ മതി. ആ പൊസിഷനിൽ ടാസ്ക് ബാർ വന്നോളും. Clear? There is a portion called the let's review. Did you understand? നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? Yes. No doubt at all, right? Okay. Take page number 26. ആരെങ്കിലും നോ പറഞ്ഞോ? ഇല്ലല്ലേ? ഇല്ലല്ലോ? ഇല്ല. Okay, now take page number 26. There is a portion called let's review. Okay. You have to write T for true. True or false? Yeah. F for false.
Okay, let's discuss and write. നിങ്ങൾ തന്നെ എഴുതണ്ട. Let's discuss and write. An operating system is also known as OS. Operating Okay. Operating systemത്തിന്റെ short അല്ലേ OS എന്ന് പറയുന്നത്. Abbreviation of operating system is OS. That is true. So you have to write T over there. Everyone have to do it. ആരോ 2 പേര് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു മാർക്ക് യുവർ അറ്റൻഡൻസ്. ഞാൻ 2 ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. Then second question, the start menu is divided into 2 parts. Is it true or false? The start menu is divided into 2 parts. True. Okay. True. What are the 2 parts? ഏതൊക്കെയായിരുന്നു 2 പാർട്ട്? ഒന്ന് Right menu, left menu. First one is Right and left page. Left menu. very good. Right menu and left menu. Left pane and right pane. Left pane and right. menu, left menu. Okay. Appo 1 and 2 ന്റെ ആൻസർ ട്രൂ ആണ് അല്ലേ? Very good. Then third question. Show desktop button is present at the rightmost corner of the taskbar. Show desktop button is present at the rightmost corner of the taskbar. Is it true or false? True. True. Yeah, it is true. Yeah, it is. Yeah, true. Write T over there. And fourth one, Steve Jobs is the founder of Microsoft Corporation. Is it true or false? False. 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 It's not Steve Jobs. Apple ആണ് അല്ലെ iOS ആണ്.